ഒരു സ്ത്രീയുടെ വിഷ്വൽ പ്രത്യേകമായിട്ട് വല്ലാതെ ഒരുപാട് തവണ കാണണല്ലോ, നമ്മളെല്ലാം അതുണ്ട്. അതായത് ചിരിച്ചുകൊണ്ട് കരയുകയാണോ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണോ എന്ന് തോന്നുന്ന ഒരു ദൃശ്യം, അത് നമ്മൾ വല്ലാതെ അങ്ങ് ആധിയിലാക്കും. അതായത് ഒന്ന്, നമ്മളെല്ലാം അവിടെ പോയതാണ്. അപ്പോൾ ഒരു ഭൂമി, അതായത് മനുഷ്യ ജീവിതം തന്നെ എത്ര നിസ്സാരമാണ് എന്നൊരു തോന്നലുണ്ടാക്കിയ സംഭവമാണ്. അത് എത്രയെത്ര ബന്ധങ്ങൾ നമ്മൾ പടുത്തുണ്ടാക്കിയിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ രക്തബന്ധുക്കളൊക്കെ ആയുള്ള ബന്ധങ്ങളടക്കം ഒലിച്ചൊറ്റ പോക്കങ്ങ് പോയതാണ്. നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോകാൻ മാത്രമേ ഉള്ളൂ, എത്രയ്ക്ക് നശ്വരമാണോ ഇതൊക്കെ എന്ന് തോന്നലുണ്ടാക്കിയ വലിയ സംഭവമായിരുന്നല്ലോ, എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്. പക്ഷേ അവിടെ ഞാനൊരു കാര്യം പറയാം ഹർഷ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയൻ സർക്കാർ തോൽക്കുമോ, അടുത്ത UDF സർക്കാർ വരുമോ ഒന്നും നമുക്കറിയില്ല, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളം ഉള്ള കാലത്തോളം ഈ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ ഓർമ്മിക്കപ്പെടുക ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പേജ് ഈ സംഭവത്തിൻ്റെ പേരിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ച ദിവസം ഞാനവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഓർമ്മയുണ്ട്, ഹർഷന് ഓർമ്മയുണ്ടല്ലോ, ഞാനവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ടൊരു പെൺകുട്ടിയെ, ചെറിയൊരു കുഞ്ഞിനെ കാണുകയും തലോടുകയും ഒക്കെ ചെയ്തിട്ട് സമാധാനിപ്പിച്ചു. അത് വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പക്ഷത്തോടൊക്കെ വിയോജിപ്പുള്ള ആളുകൾക്ക് പോലും അതൊരു വലിയ ആശ്വാസമാണ് നൽകിയത്. കാരണം വലിയ സഹായം ലഭിക്കും നമുക്ക് എന്ന്. പക്ഷേ ആ ഭാഗത്തുനിന്നും ഒരു സഹായം ഉണ്ടായില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലക്ക് ഒരു ഭാഗത്തു നിന്നും സഹായമില്ലാതെ എപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലോട്ട് വാങ്ങിയിട്ട് അവിടെ ഈ വീട് ഇങ്ങനെ നിർമ്മിച്ചിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്നത് ഈ 178 ആളുകളുടെ മാത്രമല്ല ഒരു ജീവിതത്തോടുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി. അത് പുറത്തുനിന്ന് കാണുന്ന എല്ലാ മനുഷ്യരുടെയും ധൈര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. രാഷ്ട്രീയ വ്യത്യാസമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കാര്യമൊക്കെ വിട്ടുകളാം. അത് നമ്മളിപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളും, മീൻസ് രാഷ്ട്രീയ പക്ഷങ്ങളെ എതിർക്കുന്ന അനുകൂലിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. പക്ഷേ ഇത് ചെയ്തതിൻ്റെ പേരിലായിരിക്കും ഈ 2026 ഭരിക്കുന്ന ഈ സർക്കാർ രാഷ്ട്രീയ പക്ഷമില്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്.